ആറാട്ടണ്ണനും നമ്മുടെ അലൻസ് പെരേരയും നമ്മളെ അലൻസ് പെരേരയും ആറാട്ടനും ചെകുത്താൻ്റെ കൂടെ വയ്ക്കുന്ന ഒരു ആക്ഷേപരാഷ്ട്രീയം ഫസ്റ്റ് ഹാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രോളേണ്ട ഇവനും കൂടെ നല്ല സൈസ് ഉള്ളതുകൊണ്ട് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ മൂവിയുടെ പോലെ. ഇവന്റെ നല്ല കംബാക്കാണ്. ധ്യാനും ഇവന്റെ കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫ് ട്യൂൺസിനും നമ്മളെ ജനഗണമനയ്ക്കും ഒക്കെ ശേഷം വന്നൊരു അങ്ങനെ ജനഗണമനയ്ക്ക് ശേഷം നമ്മുടെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നമ്മുടെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസനും പ്രധാനാശി വരുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന റിലീസാണ്. സിനിമയോടൊന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഇതായിട്ടുണ്ട്. അതന്നെ ഒരു ആക്ഷേപരാഷ്ട്രീയം ഫസ്റ്റ് ഹാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രോളേണ്ടവർ ട്രോളിയിട്ടും ഉണ്ട് നല്ല രീതിയിൽ. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആയിട്ടുണ്ട്. പട്ടണത്തെക്കുറിച്ചും അങ്ങനത്തെ ന്യൂൺ കൊള്ളാം, പക്കായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കണ്ട് കണ്ണ് നിറഞ്ഞാണ് ഞാൻ വന്നത്. ഭയങ്കര പടം, നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിക്കളഞ്ഞു. നിവിനാണ് തിരിച്ചു വന്ന് ഒന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മളെ പിടിച്ച് നിർത്തിയ പക്ഷേ നമ്മളെപ്പോലുള്ള പാവങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. എവിടെ പോയാലും മലയാളിയാണ്. അതാണ് ഈ പടത്തിൻ്റെ പേര് തന്നെ, മലയാളി ഫ്രം ഇന്ത്യ. നിവരാണ് തിരിച്ചു വന്ന് അണ്ണൻ കയറി വരണം. അതിനുള്ള കോമഡിയും അതുപോലെ തന്നെ അതിനുള്ള സെൻറ്റിമെൻറ്റ്സും റൊമാൻറ്റിക്കലും എല്ലാമായിട്ട് നിവരാണ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് എനിക്ക് പറയാനുള്ളത്, ആറാട്ടണ്ണനും നമ്മുടെ അലൻസ് പെരേരയും ആറാട്ടനും ചെകുത്താൻ തൊപ്പിയായി അതുപോലെ കൊക്കും ഈ ഒരു ടീമായിട്ട് നിന്നാണ് യവന്മാരെ അഹങ്കാരങ്ങൾ. അതായത് എന്താ പറയുക, നമ്മളെപ്പോലുള്ള കാണികളെ യവന്മാർ പറയുന്നത് എന്താ പറയുക, അവന്മാരെ അമ്മച്ചീര മക്കളും. അതാണ് അവൻ്റെയൊക്കെ ഓരോ ഷോ എന്ന് പറയുന്നത്. ഇതൊക്കെ അവൻ്റെയൊക്കെ അണ്ണാക്കി തന്നെ കൊടുക്കണം. നിവനാണ് കയറി വന്നിട്ടുണ്ട്. ഇനി ഈ പടത്തിന് ആരും കുറ്റം പറയാനില്ല. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ പൊളി, ഒരു രക്ഷയില്ല. നിവനണ്ണൻ്റെയാണ് ഈ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. നിവനണ്ണ കയറി വന്നാണ്, തീയായിട്ട് കയറി വന്നിരിക്കുകയാണ്. ഹിറ്റ് അടിച്ചു കരയിപ്പിച്ച് കളഞ്ഞ് പോയി കാണളിയാ. കുഴപ്പമില്ല, കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി. അങ്ങനെ ഭയങ്കര സൂപ്പർ പടമൊന്നും പറയാനില്ല. എന്താ പറയുക, എബോ ആവറേജ് ആണ്. പിന്നെ എന്താ പറയുക, ട്യൂൺസിനും നമ്മളെ ജനഗണമനയ്ക്കും ഒക്കെ ശേഷം വന്നൊരു അടിപൊളി സിനിമ, അത്രേ ഉള്ളൂ. സാധാരണ നിവിൻ പോളിയുടെയും നമ്മളെ ധ്യാൻ്റെയൊക്കെ കോമഡീസ് ഉണ്ട് എന്നല്ലാതെ അതിൽ ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. അതിൽ അങ്ങനെ ഭയങ്കര രാഷ്ട്രീയമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു സോട്ടുണ്ട്, അത്രേ ഉള്ളൂ. പുതിയ ആയിട്ടുള്ളതൊന്നുമല്ല, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും നിവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും മുന്നേ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പുള്ളിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുണ്ട്. ഒരു കംബാക്ക് ചിത്രം തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫേ കൊള്ളാം. ഓരോ നല്ല സിനിമയാണ്. നിവിൻപോളിയുടെ കംബാക്ക് പോലെ നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്ര വർക്കായില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. കോമഡി ഫസ്റ്റ് ഹാഫിൽ കുറച്ചുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ധ്യാനൊക്കെ നൈസായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ മൂവിയുടെ പോലെയായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമാണ്. പിന്നെ ഭയങ്കര ഹൈപ്പ്, ഇപ്പോൾ ആവേശം ഇതൊക്കെ ഇറങ്ങിയതിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഒരു എബോ ആവറേജ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നിവിൻ്റെ നല്ല കംബാക്കാണ്. ധ്യാനും നിവിൻ്റെ കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫ് വളരെ നല്ല കോമഡിയൊക്കെ നല്ല കോമ്പിനേഷൻ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഡെലിവർ ആയിട്ടുണ്ട്. ഡിജോ ജോസ് അതിൻ്റെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ലോ പലയിടത്തും വരുന്നുണ്ട്. കാരണം ഒരുപാട് മെസ്സേജ് തരാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ സെക്ടറിൽ കാണുന്ന. നമ്മൾ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, രാഷ്ട്രീയത്തിന് ഉപരിയും മതത്തിനുപരിയും എന്നുള്ള ഒരു മെസ്സേജ്. അത് നമ്മൾ ഒരുപാടടുത്ത് കണ്ടതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു മെസ്സേജാണ്. ക്ലൈമാക്സിലോട്ട് വലിയൊരു ത്രില്ലിംഗ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ ലാസ്റ്റ് പോർഷനിൽ കുറച്ചൊന്ന് സ്ലോ ആയിപ്പോയി. പക്ഷേ ബാക്കിയെല്ലാം നല്ലതാണ്. മഞ്ജു പിള്ളയുടെ വളരെ നല്ല ആക്ടിംഗ് ആണ്. അതുപോലെ ഒരു ജസ്റ്റ് കുറച്ച് നേരെ സലീം കുമാറും ഷൈൻ ടോൺ ചോക്കയൊക്കെ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ തിയേറ്റർ കൈയടിക്കുന്ന മെസ്സേജ് തരുന്ന രംഗങ്ങളാണ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടതാണ്. എന്തായാലും നല്ലൊരു കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഒരു ഫാമിലിക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്നൊരു പടം. അതെ അതിൻ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെ
ഇതും സിമിലർ ഒരു പ്ലോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ജനഗണമന വളരെ നല്ല ടോപ്പ് ലെവലിൽ നിന്നാണ്. ആ ലെവലിലോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഓവറോൾ നല്ലതാണ്. പിന്നെ അതുപോലെ എന്തുണ്ട് തിയേറ്ററിൽ എന്തായാലും കാണാനുള്ളത്, എല്ലാവരും വന്ന് കാണാൻ വേണം. നല്ലൊരു പടമാണ്. നിവിൻ നല്ലോണം ഉണ്ട്. ധ്യാനിൻ്റെ നിവിൻ്റെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അല്ല കൊള്ളാം, നല്ല നല്ല പടമായിരുന്നു. ആ കൊള്ളാം. നിവിൻ പോളിയുടെ കുറെ നാൾക്ക് ശേഷം നല്ലൊരു പടം കണ്ട. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് അത്ര കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്, അത്യാവശ്യം നല്ല ലാഗുണ്ട്. അതാണ് സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫ് ആ ഒരു ഫ്ലോയിൽ പോയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് നല്ല ലാഗുണ്ടായിരുന്നു. ധ്യാനും നിവിനും കൂടെ നല്ല സൈസ് ഉള്ളതുകൊണ്ട് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അത് മാത്രമാണ്. കോമ്പോ അത്യാവശ്യം നല്ല വർക്കൗട്ട് ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടം. എടുത്തു പറയാൻ ഡയറക്ഷൻ കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, ഓവറോൾ സിനിമ എല്ലാം കൊള്ളാം. നല്ല സിനിമയായിരുന്നു. നിവിൻ്റെ ഒരു നല്ല കംബാക്കായിട്ട് തോന്നി. കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാട്രിയോട്ടിസം ആണെങ്കിലും ടെറർ അറ്റാക്ക് ആണെങ്കിലും കോവിഡ് പാൻഡമിക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു ഐ ഓപ്പണർ എന്നുള്ള രീതിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു.